ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതിൽ എൻ്റെ വീട്ടിലേക്ക് ഞാൻ റമദാനായതുകൊണ്ട് കുറച്ച് പാത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ഞാൻ എസ്തേഷ്യയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. നല്ല ക്വാളിറ്റിയിൽ അടിപൊളി ഐറ്റംസ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും അവിടെ തന്നെ ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാം ഓപ്പൺ ആക്കിയിട്ട് ഞാൻ കാണിക്കാം. കുറേ ഐറ്റംസ് വാങ്ങാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ഫുള്ളായിട്ട് അങ്ങനെ വാങ്ങാം. അങ്ങനെ ഇസ്തേഷ്യൻ്റെ ഒരുപാട് പ്രോഡക്റ്റ് ഞാൻ മുന്നേയും വാങ്ങിയിട്ടുണ്ടായിനി. ഞാൻ ഒരുപാട് എൻ്റെ കിച്ചണിൽ എന്താ പറയുക ഓരോരോ വീഡിയോസിൽ ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ടായിന്. പറയാം എൻ്റെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വീഡിയോസിൽ എൻ്റെ കിച്ചണിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇല്ലേ റമദാൻ്റെ ടൈമെല്ലാം ഒരുപാട് ഐറ്റംസ് വേണം. അപ്പോൾ കുറേ ഗ്ലാസ് കപ്പ് കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല ചായ കുടിക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ളത്. ആദ്യത്തെ പ്രോഡക്റ്റ് റിബൽ സെറാമിക് സ്റ്റേക്കബിൾ മഗ് സെറ്റാണ്. 4 പീസാണ് വരുന്നത്. ഇതിൽ നമുക്ക് സ്റ്റേക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കിച്ചൺ സ്പേസ് ഭയങ്കരമായിട്ട് സേവ് ചെയ്യാൻ ഇത് യൂസ്ഫുള്ളാണ്. ഇതിൻ്റെ കളറും ഡിസൈനും അതുപോലെ തന്നെ ഇതിൻ്റെ മോഡേൺ ലുക്കെല്ലാം അടിപൊളിയല്ലേ. ഷെൽഫിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ക്യൂട്ട് ആൻഡ് സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. കോഫി ടീ എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. പെർഫെക്റ്റാണ്. ഇനിയിപ്പില്ലേ ഇപ്പം രണ്ടാമത്തെ ഐറ്റില്ലേ ചിക്ക് ഫ്ലെയിം സേഫ് ഗ്ലാസ് ടീ പോട്ടാണ്. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഞാൻ അങ്ങനെ ഓർഡർ ചെയ്തതാണ്. ഇതിൽ ഈ ഒരു ഗ്ലാസ് ടീ പോട്ടിൻ്റെ കൂടെ തന്നെ സ്ട്രെയിനറും കൂടി വരുന്നുണ്ട്. 900 ml കപ്പാസിറ്റിയാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ ടീ ലീവ്സ് ഇട്ടിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ബോയിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗസ്റ്റ് എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് ടീ സെർവ് ചെയ്യാനെല്ലാം പറ്റിയ ഒരു ഐറ്റമാണ്. കാണാൻ നല്ല ഭംഗിയില്ലേ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്ട്രെയിനർ ഒഴിവാക്കിയിട്ട് നമുക്കിതിൽ എന്തെങ്കിലും ജ്യൂസോ പാലോ ഐറ്റംസോ എല്ലാം സെർവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മിൽക്കെല്ലാം ബോയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാനങ്ങനെ വാങ്ങിയതാണ്. അതുപോലെ തന്നെ ഇതിൽ ഞാനിപ്പം ചെയ്യുന്നത് കട്ടൻ ചായ ഉണ്ടാക്കലാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ കപ്പിലേക്കെല്ലാം ഒഴിച്ചു കൊടുക്കലാണ്. അടിപൊളിയായിട്ടാണ്. രണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ ഒരു കപ്പിൻ്റെ സൈസ് പെർഫെക്റ്റാണ്. നമുക്കിപ്പം നോമ്പിൻ്റെ ടൈമിലല്ലേ റവ കഞ്ഞി കഞ്ഞി റവെല്ലാം വെച്ചിട്ട് പായസം ഉണ്ടാക്കൂലേ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുമ്പം ഒഴിച്ച് വെക്കാനും പറ്റിയ ഒരു കറക്റ്റ് സൈസാണ്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് വാങ്ങിയത്. നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ അടുത്ത ഐറ്റം ഞാൻ കാണിക്കാം. ഇവർ എന്താ പറയുക പാക്കിങ് കാര്യങ്ങളെല്ലാം ഭയങ്കര അടിപൊളിയാണ്. നല്ല സേഫായിട്ടാണ് ഇവർ പാക്ക് ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പ്രൊഡക്റ്റ് എത്തിച്ചു തരും. അതുപോലെ തന്നെ അടുത്ത ഐറ്റം ഗ്രൂവോ ലൈറ്റ് ഗ്ലാസ് ഫുഡ് കണ്ടെയ്നർ സെറ്റാണ്. 5 പീസാണ് വരുന്നത്. ഇതിൽ നമുക്കിപ്പോൾ ലെഫ്റ്റ് ഓവർ ഫുഡ് ഉണ്ടാവും, അതിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ മൈക്രോവേവ് സേഫാണ് കേട്ടോ. ഇത് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ഫുഡെല്ലാം ഉണ്ടാവുമ്പം അത് ഡയറക്റ്റ് നമുക്ക് ഓവണിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കാനും പറ്റും. ഇപ്പോൾ ഫ്രിഡ്ജിലെല്ലാം ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റമദാൻ്റെ ടൈമെല്ലാം ഒരുപാട് ഫുഡ് ബാക്കി ഉണ്ടാവില്ലേ, അതെല്ലാം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് പിറ്റേ ദിവസം നമുക്കത് ഓവണിൽ വെച്ചിട്ട് ചൂടാക്കാനും അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഈ ഒരു കണ്ടെയ്നർ ഗ്രൂവ്ഡ് ബേസ് കണ്ടെയ്നർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡ് ഐറ്റംസ് എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാലേ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. നമുക്കിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വെച്ച് കൊടുക്കുക, ചില്ലി പേസ്റ്റ് വെച്ച് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഫുഡിൻ്റെ ബാക്കിയുള്ള ഫുഡ് വെച്ച് കൊടുക്കുക. ഫ്രൂട്ട്സ് എല്ലാം ബാക്കി വന്നു കഴിഞ്ഞാൽ അതങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അതിനെല്ലാം അടിപൊളിയായിരിക്കും അല്ലേ. എൻ്റെ ടൈമിൽ കണ്ടെയ്നേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വാങ്ങിയത്. ഇതിലിപ്പം ഡ്രൈ റോസും പിന്നെ അതുപോലെ തന്നെ പിസ്ത, ബദാം അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ് ഇട്ട് വെച്ച്. റമദാൻ്റെ ടൈമാകുമ്പോൾ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇട്ട് വെക്കാനുണ്ടാവും. ഇപ്പം വെളുത്തുള്ളി, ചെറിയുള്ളി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമുക്ക് തൊലി അളന്നില്ലാന്നുണ്ടെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ട് വെക്കാനെല്ലാം അടിപൊളി ഐറ്റം തന്നെയാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിക്ക്. നമ്മൾ കിച്ചണിലെല്ലാം വെച്ച് കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ട് അടിപൊളിയായിട്ട് വെക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. പിന്നെന്താ, അപ്പോൾ ഇതെല്ലാം ഫ്രിഡ്ജിൽ വെക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് ബാക്കി വന്ന ഫുഡെല്ലാം വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവണിൽ ചൂടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക. അങ്ങനെ അപ്പോൾ ഇതാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പില്ലേ അടുത്ത ഐറ്റം കാണിക്കാം. ഫാരോ ലീവ്സ് പ്ലേസ് മാറ്റ് സെറ്റ്. ഇത് 6 പീസാണ് വരുന്നത്. നമ്മൾ ഡൈനിങ് ടേബിളെല്ലാം ബ്യൂട്ടിഫുള്ളായിട്ട്
റമദാൻ്റെ ടൈമിൽ മേക്ക് ഓവർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നമുക്ക് ഫുഡെല്ലാം സെർവ് ചെയ്യുമ്പം ഡയറക്റ്റ്ലി ടാബിളിൽ ഡയറക്റ്റ്ലി ഫുഡ് ആവില്ല. അതിനെല്ലാം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പിന്നെ ഈ ഒരു കോഫി ഗ്ലാസ് സെറ്റ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഞാനങ്ങനെ ഓർഡർ ചെയ്തതാണ്. 4 പീസാണ് വരുന്നത്, 550 ml ആണ് വരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോഫി ഗ്ലാസ്സാണ്, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പോൾ കോൾഡ് കോഫി, മിൽക്ക് ഷേക്ക്, ജ്യൂസ് എല്ലാം സെർവ് ചെയ്യാൻ പെർഫെക്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്ലാസിൻ്റെ ക്വാളിറ്റിയും ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റമാണ്. പിന്നെ തിക്കാണ്, പ്രീമിയം ലുക്ക് വരുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, അത്ര അടിപൊളിയാണ്. ഞാനിതിൽ കോൾഡ് കോഫി ഉണ്ടാക്കിയിട്ടും കൂടി കാണിക്കാം. ഞാൻ കുറേ ആയി ഇങ്ങനെ ഒരു ഐറ്റം വേണമെന്ന് അങ്ങനെ വിചാരിക്കുന്ന കാര്യം. കോൾഡ് കോഫിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഐറ്റം എനിക്ക് ഇതാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. വാങ്ങിയ കൂട്ടത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഒരു ഐറ്റമാണ്. പിന്നെ ഞാൻ നേരത്തെ ഒരു ടീപ്പോട്ട് കാണിച്ചിട്ടില്ലേ, അതിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ പാലിട്ട് കൊടുക്കാമെന്ന്, പാൽ ഒഴിച്ച് കൊടുക്കാൻ പറ്റുമെന്ന്. അങ്ങനെ പിന്നിൽ ഇതാ ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടില്ലേ ഞാൻ കോൾഡ് കോഫി ഉണ്ടാക്കാൻ പോലാണ്. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോഫി, അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ കോഫി പൗഡറും പഞ്ചസാരയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടില്ലേ ഇങ്ങനെ പതപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും. എന്താ പറയുക, നല്ല ക്രീമി ആയിട്ട് നല്ലോണം ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കും. ഇതിൽ നമുക്ക് 2 ആഴ്ച 3 ആഴ്ച വരെ കേടുകൂടാണ്ട് യൂസ് ചെയ്യാൻ പറ്റുമേ. ഞാനിങ്ങനെയാണ് ചെയ്യൽ. നമുക്കിപ്പോൾ ചൂടുള്ള കോഫി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും തണുത്ത കോഫി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇത് പെർഫെക്റ്റാണ്. നമുക്ക് വേഗം ഇതിൽ നിന്ന് കുറച്ച് 1-2 ടേബിൾ സ്പൂൺ നമുക്ക് എത്രയാണോ തിക്നെസ് വേണ്ട, എത്രയാണോ കട്ടി വേണ്ട അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് തണുത്ത പാലാണെന്നുണ്ടെങ്കിൽ തണുത്ത പാൽ ഒഴിച്ച് കൊടുക്കുക, ചൂടുള്ളതാണെന്നുണ്ടെങ്കിൽ ചൂടുള്ളത് ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും. നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു വൈറ്റ് കണ്ടെയ്നറില്ലേ, ആ ഒരു ഓവളിൽ വെക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞത്, അതിലാണ് ഞാൻ അത് ഒഴിച്ച് വെച്ചേ. അപ്പോൾ ഇതാ ഞാൻ കോഫി ഉണ്ടാക്കലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിക്ക് ക്രീം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നല്ല തണുത്ത പാലാണ് ഒഴിച്ച് കൊടുക്കണ്ടേ. ഭയങ്കര ടേസ്റ്റാണ് ഈ തണുത്ത കോഫി കഴിക്കാൻ വേണ്ടിക്ക്. എൻ്റെ മുഹമ്മദിനും ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിപ്പം രാവിലെ ആയാലും വൈകുന്നേരം എല്ലാം ആയിക്കഴിഞ്ഞാൽ നമുക്ക് കോഫി കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഈ ഒരു ഗ്ലാസ് നമുക്ക് ഞാനധികം കോഫി ഉണ്ടാക്കിയിട്ട് കുടിക്കും. പിന്നെ ഇതുപോലത്തെ ഗ്ലാസ് എല്ലാം മുമ്പിൽ കുറച്ചുകൂടി നമ്മൾ ഫുഡ് കഴിക്കുന്നത് കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ടുള്ള പ്ലേറ്റിലും ഗ്ലാസ്സിലെല്ലാം കഴിക്കാമെന്ന് പറയുന്നത് കുറച്ചുകൂടി ആ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന പോലത്തെ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അങ്ങനെ വാങ്ങിയ ഒരു ഐറ്റമാണ്. ഞാൻ കൂടുതൽ ഇതിനെ പറ്റിയിട്ട് പറയാൻ കാര്യം, ഞാൻ കുറേ നാളായി ഇത് വാങ്ങണമെന്ന് വിചാരിക്കുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിക്ക്. അപ്പോൾ ഇതുവരെ കോൾഡ് കോഫി ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക, ഭയങ്കര ടേസ്റ്റാണ്. നല്ല പെർഫെക്റ്റ് റെസിപ്പി കറക്റ്റ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഞാനിപ്പം ഒരു ഫുൾ ബോട്ടിൽ, ഒരു കുപ്പി നിറയെ കോഫി പൗഡർ ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ അതിനാവശ്യമുള്ള പഞ്ചസാരയും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ബീറ്ററിൽ നല്ലോണം ബീറ്റാക്കിയെടുക്കും. എന്നിട്ട് നല്ലോണം ക്രീമി ആക്കിയെടുക്കും. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നതാണ്. എന്നിട്ട് അതിൽ നിന്ന് 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ എടുത്തിട്ട് ഗ്ലാസ്സിൽ ഇട്ട് കൊടുക്കും. എന്നിട്ട് ചൂടുപാലാണെന്നുണ്ടെങ്കിൽ ചൂടുപാൽ, തണുത്ത പാലാണെന്നുണ്ടെങ്കിൽ തണുത്ത പാൽ. അങ്ങനെ അടുത്ത ഐറ്റില്ലേ, റമദാൻ്റെ ടൈമിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ഐറ്റമാണ് ടെക്സ്റ്റേർഡ് ജഗ് ആൻഡ് ഗ്ലാസ് സെറ്റാണ്. ഇത് ജഗ് പ്ലസ് 6 ഗ്ലാസസ് വരുന്നുണ്ട്. നമുക്കിപ്പം വെള്ളം അല്ലാന്നുണ്ടെങ്കിൽ ജ്യൂസ്, സർബത്ത് ഇതെല്ലാം സെർവ് ചെയ്യാൻ പറ്റിയ സൂപ്പറായിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മൾ ടേബിളിലെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി ഒരു ഹോട്ടൽ സ്റ്റൈൽ ഫീലെല്ലാം കിട്ടുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ ഗ്ലാസ് കണ്ടിൽ എന്തൊരു ഭംഗിയാണെന്ന് അറിയൂ കാണാൻ വേണ്ടിക്ക്. അപ്പം ഇതും അങ്ങനെ ഇഷ്ടമായിട്ട് അങ്ങനെ വാങ്ങിയൊരു ഐറ്റമാണ്. നമുക്ക് റമദാൻ്റെ ടൈമിൽ ഇപ്പോൾ തരി കാച്ചിയതായാലും ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ജ്യൂസ് ആയിക്കഴിഞ്ഞാലും എല്ലാം ഒഴിച്ചിട്ട് സെർവ് ചെയ്യാനും, അതുപോലെ ഇത് ടാപ്പിളിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ കാണാനും നല്ലൊരു അടിപൊളി ഐറ്റം അല്ലേ. അങ്ങനെ നമുക്ക് ജ്യൂസ് എല്ലാം ഇങ്ങനെ കാണുന്ന ജഗ്ഗിലും എല്ലാം ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നമ്മളെപ്പോഴും സെർവ് ചെയ്യുന്നതും കൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് ഉണ്ടാക്കാൻ മാത്രമല്ല അതിൻ്റെ ആ ഒരു സെർവ് ചെയ്യുന്ന രീതിയും കൂടി നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അങ്ങനെ ഇനിയിപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിക്ക്. എല്ലാ ടൈപ്പ് ജ്യൂസും കാര്യങ്ങളും എല്ലാം സെർവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസ് നമ്മളങ്ങനെ എവിടെയും കാണാത്തൊരു ടൈപ്പ് നല്ല ഇതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളെല്ലാം കാണാൻ നല്ല ഭംഗിയില്ലേ. അങ്ങനെ ഞാൻ വാങ്ങിയൊരു ഐറ്റമാണേ.
ഇനിയിപ്പം അടുത്തതൊരു പിങ്ക് കപ്പ് സെറ്റാണ്. ഇതും എന്താ പറയുക 6 പീസാണ് വരുന്നത്. 220 ml ആണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്കിപ്പം ടീ കോഫി എല്ലാം സെർവ് ചെയ്യാൻ പെർഫെക്റ്റ് സൈസായിട്ടുള്ള ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടില്ലേക്കാണ് അറിയാം കാണാൻ വേണ്ടിക്ക്. നമുക്കിപ്പോൾ ഗസ്റ്റ് എല്ലാം വരുമ്പോൾ എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റമദാൻ്റെ ടൈമിൽ നമുക്ക് ചായ കോഫി ഉണ്ടാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും പായസ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ കഞ്ഞിയെല്ലാം ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൽ സെർവ് ചെയ്യാൻ അടിപൊളിയായിരിക്കും. ഇതും എവിടെയും കാണാത്ത ഒരു നല്ല ഡിസൈനും കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങിയ ഒരു ഐറ്റമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ഞാൻ നെസ്തേഷ്യന്നാണ് വാങ്ങിയത്. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടെ. നിങ്ങൾ ചെക്ക് ചെയ്തോ, ഞാൻ കമൻറ്റിലും പിൻ ചെയ്യുക. ഇത് വേറൊരു ഗ്ലാസ്സാണ്. ഇതും ഞാൻ ഈ ജ്യൂസ് എല്ലാം സെർവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്. റമദാൻ്റെ ടൈം തന്നെ നമ്മളിപ്പം ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഷെയ്ക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ സെർവ് ചെയ്യാമെന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയൊരു ഐറ്റമാണ്. ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും നല്ല ഭംഗിയിലേക്ക് കാണാൻ വേണ്ടിക്ക്. ഇതാണിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കളക്ഷൻസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വാങ്ങിയാൽ അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓർഡർ ചെയ്ത ഐറ്റമാണ്. ഇതും 6 പീസാണ് കേട്ടോ വരുന്നത്. ഇപ്പം അടുത്ത ഐറ്റം ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഐറ്റമാണ്. മിൽക്ക് പോട്ട് ഗ്ലാസ് ക്രീമർ ജഗ്ഗാണ് കേട്ടോ. ഇത് 120 ml ആണ് കേട്ടോ വരുന്നത്. ഇത് നമുക്കിപ്പം മിൽക്ക് അല്ലാന്നുണ്ടെങ്കിൽ ക്രീമും കാര്യങ്ങളെല്ലാം ഒഴിക്കാൻ വേണ്ടിക്ക്, അല്ലാന്നുണ്ടെങ്കിൽ കോഫി സെർവ് ചെയ്യാൻ വേണ്ടിക്കെല്ലാം അതെല്ലാം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ഐറ്റമാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിക്ക്. പ്രധാനമായിട്ട് എൻ്റെ കുക്കിംഗ് വീഡിയോയിലും കാര്യങ്ങളെല്ലാം ചെയ്യുമ്പം നല്ല യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയൊരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് തിക്ക് ക്രീമും കാര്യങ്ങളെല്ലാം ഇതുപോലെ ഒഴിക്കണമെന്നുണ്ടെങ്കിലെല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അങ്ങനെ ഇനിയിപ്പോൾ അടുത്ത ഐറ്റം കാണിക്കാം. പിങ്ക് മെറ്റൽ ആൻഡ് ഗ്ലാസ് കണ്ടെയ്നേഴ്സാണ് കേട്ടോ വരുന്നത്. ഇതിൽ എന്താ പറയുക 4 സെറ്റാണ് വരുന്നത്. 1000 ml വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പിങ്ക് കളറിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ. നമുക്കിപ്പം ഷുഗർ, ടീ പൗഡർ, അതുപോലെ തന്നെ സ്നാക്സ് എല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. കിച്ചൺ ഷെൽഫിൽ നല്ല ക്യൂട്ടായിട്ട് നിൽക്കാൻ വേണ്ടിക്ക്, ക്യൂട്ടായിട്ട് സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊരു അടിപൊളി ഐറ്റമാണ്. അതിൻ്റെ തന്നെ ഒരു ചെറിയ സ്മോൾ സൈസിൽ വരുന്ന ജാറാണ് ഞാൻ രണ്ടാമത് കാണിക്കുന്നത്. ഇതിൽ 800 ml കപ്പാസിറ്റിയാണ് കേട്ടോ വരുന്നത്. ഡിഫറെൻറ്റ് ഐറ്റംസ് നമുക്കിപ്പം സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. ഇതിൻ്റെയും ചെറിയ സൈസ് ഉണ്ട്. ഇൻഷാല്ല ഞാൻ വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്കിപ്പം കിച്ചൻ്റെ എന്താ പറയുക ഷെൽഫും കാര്യങ്ങളെല്ലാം നല്ല ക്യൂട്ടായിട്ട് അടിപൊളിയായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ് ഐറ്റമാണ്. നമുക്കിപ്പം കൂടുതൽ ഐറ്റംസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ആ വലിയ കുപ്പിയിലിട്ട് കൊടുക്കുക. ചെറുതാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഐറ്റം ഇല്ലെങ്കിൽ ചെറുതിൽ ഇട്ട് കൊടുക്കുക. കാണാനും നല്ല ഭംഗിയുണ്ട്. ഇൻഷാല്ല ഫുള്ള് സെറ്റ് ചെയ്തിട്ട് റമദാൻ പ്രിപ്പറേഷൻ വ്ളോഗിൽ ഞാൻ കാണിക്കാം. ഇനിയിപ്പില്ലേ അടുത്തതും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. ട്രെൻഡിങ് ഗ്ലാസ് ടെംബ്ലറാണ് കേട്ടോ. ഇതും 4 സെറ്റാണ് വരുന്നത്. 430 ml ആണ് കേട്ടോ വരുന്നത്. നമുക്കിപ്പില്ലേ പുഡിങ്ങോ കാര്യങ്ങളോ ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം, ജ്യൂസ്, സോഫ്റ്റ് ഡ്രിങ്ക്സും കാര്യങ്ങളെല്ലാം സെർവ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ഐറ്റമാണ്. നല്ലൊരു ക്ലാസി ഡിസൈനുള്ള ഒരു സിമ്പിൾ ഐറ്റമാണ്. ഞാനിപ്പം കുറച്ച് സ്ട്രോബെറിയും ചോക്ലേറ്റും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇതിൽ സെർവ് ചെയ്തത്. നമുക്കിപ്പോൾ റമദാൻ്റെ ടൈമിൽ എന്തെങ്കിലും ഡെസേർട്ടും കാര്യങ്ങളെല്ലാം സെർവ് ചെയ്യാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ ജ്യൂസ്, വെള്ളം എല്ലാം സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അടുത്തത് ഓർഗാനിക് വുഡൻ പ്ലേറ്ററാണ് കേട്ടോ വരുന്നത്. 18 ഇഞ്ചസാണ് വരുന്നത്. ഇതൊരു ബിഗ് വുഡൻ പ്ലേറ്ററാണ് കേട്ടോ. നമുക്ക് സ്നാക്സ്, ഫ്രൂട്ട്സ്, ബിരിയാണി എല്ലാം സെർവ് ചെയ്യാൻ പറ്റും. നല്ല സ്റ്റൈലിഷായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഒരേ സമയം നമുക്കിതൊരു കട്ടിംഗ് ബോർഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നല്ല വുഡൻ ഫിനിഷിങ്ങിൽ നാച്ചുറൽ ആൻഡ് റിച്ച് ലുക്കിലാണ് കേട്ടോ ഇത് വരുന്നത്. ഞാനിപ്പം കുറച്ച് കുനാഫ കട്ട് ചെയ്തെടുക്കലാണ്. ഇതൊരു സ്റ്റോറേജ് കണ്ടെയ്നറാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇതും ഞാൻ നെസ്തേഷ്യയിൽ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ഇതുണ്ടിൽ നമുക്ക് കട്ടിംഗ് ബോർഡായിട്ടും യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഫുഡെല്ലാം സെർവ് ചെയ്യാൻ പറ്റിയ, നമുക്കിപ്പം സ്നാക്സ് ആയാലും എല്ലാം ടേബിളിൽ സെർവ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നല്ല ഭംഗിയുള്ള ഒരു ഐറ്റവും കൂടിയാണ്. അപ്പോൾ ഇതാ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിക്ക്. നമുക്കിപ്പം ഫുഡ് സെർവ് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാം പറ്റിയ ഒരു ഐറ്റവും കൂടിയാണ്. ഞാനിത് രണ്ടിനും വേണ്ടിക്ക് വാങ്ങിയത് തന്നെയാണ്. കട്ടിംഗ് ബോർഡായിട്ടും യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജ്യൂസും കാര്യങ്ങളെല്ലാം സെർവ് ചെയ്യാനും
യൂസ് ചെയ്യുക അങ്ങനെ വിചാരിച്ചിട്ട്. ഇനിയിപ്പിൽ അടുത്തത് വരുന്നത് ഗ്രൂവോൻ്റെ തന്നെ ഫുഡ് സ്റ്റോറേജ് കണ്ടെയ്നറാണ്. ഇതിൽ ബേജ് കളറിലാണ് വരുന്നത്. ഒരു 4 സെറ്റായിട്ടാണ് കേട്ടോ വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ഗ്രൂവ്ഡ് ബേസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡ് ഐറ്റംസ് എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. മറ്റ് കണ്ടെയ്നേഴ്സിനെ പോലെയല്ല, നല്ല ഫ്രഷ് ആയിരിക്കും ഫുഡെല്ലാം. സ്നാക്സ്, ഡ്രൈ ഐറ്റംസ് എല്ലാം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നല്ല നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. ഞാനിപ്പം ചീസാണ്, സ്ലൈസ്ഡ് ചീസെല്ലാം പാക്കറ്റ് വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ വെക്കേണ്ടി വരൂലേ. ഇതാകുമ്പോൾ നമുക്ക് ഇതിൽ അടിപൊളിയായിട്ട് വെക്കാൻ പറ്റും. ഇപ്പം കുറച്ച് ഇത്തപ്പഴം വെച്ചിട്ടുണ്ട്, അത്തിപ്പഴം വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കശുനട്ടും കിസ്മിസും എല്ലാം വെച്ചിട്ടുണ്ട്, അണ്ടിയും മുന്തിരിയും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ ഫ്രിഡ്ജ് എപ്പോഴും നല്ല നീറ്റായിട്ട് ഓർഗനൈസ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കണ്ടെയ്നേഴ്സും കാര്യങ്ങളെല്ലാം അടിപൊളിയായിരിക്കും. സ്റ്റോറേജ് കണ്ടെയ്നേഴ്സും കാര്യങ്ങളെല്ലാം അടിപൊളിയായിരിക്കും. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിക്ക്. ഇനി അടുത്തത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് സ്റ്റോറേജ് കണ്ടെയ്നർ തന്നെയാണ്. ഇതും 4 പീസായിട്ട് തന്നെയാണ് വരുന്നത്. ഇത് നമുക്കിപ്പം റൈസ്, ദാല്, ഫ്ലോറ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമുക്ക് എയർ ടൈറ്റ് ആയിട്ട് ഫ്രിഡ്ജിലോ പുറത്തോ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. ഫുഡ് നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഇതും എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല സൈസിലാണ് വരുന്നത്. ഇതിലിപ്പം ഞാനിപ്പം ചപ്പാത്തി മാവ് കുഴച്ചിട്ട് കുട്ടികൾക്ക് തലേദിവസം തന്നെ നമ്മൾ ചപ്പാത്തി കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തലേദിവസം തന്നെ ഞാനിങ്ങനെ ചിക്കനും മുളക് വരട്ടി വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യും. അങ്ങനെയെല്ലാം വെക്കാൻ വേണ്ടിക്ക് വാങ്ങിയതാണ്. റമദാൻ്റെ ടൈമും നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ സ്റ്റേഷനിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഓർ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, ബൈ.